പാടി ആ എയ്ക്ക് എത്ര വ്യൂവർഷിപ്പ് കിട്ടിയിട്ടുണ്ട്, അത് എത്രയാണ്, ഹൗ മച്ച്, അതിൻ്റെ മാനദണ്ഡത്തിലാണ് നമ്മൾ ഫസ്റ്റും സെക്കൻഡും തേർഡും. തീർച്ചയായിട്ടും. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പൊസിഷനിൽ എത്തുക എന്ന് പറയുന്നത് അത് തിരഞ്ഞെടുത്തിരിക്കുന്നത് പ്രേക്ഷകർ തന്നെയാണ്. ടോട്ടലി ഡിജിറ്റൽ ഹാൻഡിൽസിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ വാച്ച് ചെയ്തതിൻ്റെ പേരിൽ, ദ വാച്ച് ടൈമിൻ്റെ പേരിലായിരിക്കും ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പൊസിഷൻസ് ഞങ്ങൾ ഇന്ന് നൽകുക. ബാക്കിയുള്ള എല്ലാവർക്കും ഞങ്ങളൊരു ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ ആയിട്ട് ഞങ്ങളൊരു ക്യാഷ് പ്രൈസ് കൂടി നൽകാനിരിക്കുകയാണ്. ആദ്യം ഈ വേദിയിലേക്ക് എത്തുന്നു നയൻ ജെ ഷാ. രണ്ടാമതായി എത്തുന്നു സോണി സായി. മൂന്നാമതായി സലാം. അടുത്തതായി ശശികുമാർ. ഇനി എത്തുന്നു സാബു കലാഭവൻ. നെക്സ്റ്റ് സിംഗർ രൂപേഷ്. അടുത്തതായി വേദിയിലേക്ക് എത്തുന്നു ബിജു മാങ്കോട്. ഇനി വേദിയിലേക്ക് എത്തുന്ന സിംഗർ ജയരാജ്. ഇനി ഈ വേദിയിലേക്ക് എത്തുന്നു വില്യംസ്. ICL ഫിൻകോർപ്പ് ലിമിറ്റഡ് നൽകുന്ന ഈ ഒരു ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ ഏറ്റുവാങ്ങാനായിട്ട് അടുത്തതെത്തുന്നു റഹ്മാൻ പത്തനാപുരം. ഇനി വേദിയിലേക്ക് എത്തുന്നു സാബു വൈക്കം. അടുത്തതായി വേദിയിലേക്ക് എത്തുന്നു സിബല്ല സദാനന്ദൻ. ഇനി വരുന്നു ജൂനിയർ മെഹബൂബ്. ICL ഫിൻകോർപ്പ് നൽകുന്ന ഈ ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ ഏറ്റുവാങ്ങാൻ അടുത്തതായി എത്തുന്നു നൌഷാദ്. ഞങ്ങളുടെ ഈ ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ ഏറ്റുവാങ്ങുന്ന അടുത്ത ഗായകൻ ജ്യോതികുട്ടൻ. വേദിയിലേക്ക് അടുത്തതായി എത്തുന്നു അരവിന്ദ് ആർ നായർ. ഞങ്ങളുടെ ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ ഏറ്റുവാങ്ങാനായി ഈ വേദിയിലേക്ക് എത്തുന്നു റാണി ജോയ് പീറ്റർ. അടുത്തതായി ഞങ്ങളുടെ ഈ ഒരു ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ ഏറ്റുവാങ്ങാനായി എത്തുന്നു ബിന്ദു കലാഭവൻ. അടുത്തതായി എത്തുന്നു ജ്യോതി മേനർ. ശ്രീയേട്ടാ, അപ്പോ ഇനി 5 സിംഗേഴ്സ് മാത്രമാണ് ബാക്കിയാകുന്നത്. ബാക്കിയുള്ള എല്ലാവർക്കുമുള്ള ഒരു ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ നമ്മൾ നൽകി കഴിഞ്ഞു ചേച്ചി. ഈ 5 പേരെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പാടാം നേടാമിന്റെ വ്യൂവർഷിപ്പ് ബേസിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് സ്ഥാനക്കാരായി എത്തിയ ആൾക്കാരാണ്. ഇതിൽ നിന്നും 1, 2, 3 നമ്മൾ അവാർഡ് നൽകാനും പോവുകയാണ്. അപ്പോൾ ഇനി വിളിക്കുന്ന ഈ 5 പേരും ഒരുമിച്ച് വേദിയിൽ എത്താനായിട്ട് ഞങ്ങൾ ഒന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ആലിസ് ഉണ്ണികൃഷ്ണൻ, യേശുദാസൻ, മഹാദേവൻ, ഷാജി എം ധരൻ ആൻഡ് റെജി രാധാകൃഷ്ണൻ. ഇവർ 5 പേരുമാണ് ശ്രീയേട്ട ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇപ്രാവശ്യത്തെ പാടാം നേടാമിന്റെ ഫസ്റ്റ് ടു ഫിഫ്ത്ത് പൊസിഷനിൽ എത്തി നിൽക്കുന്നവര് പ്യുവർലി ഓൺ ഡിജിറ്റൽ മീഡിയയുടെ വ്യൂവർഷിപ്പിന്റെ ബേസിൽ. സോ ആ 21 ഡേയ്സിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് നേടിയ 5 പേര് ശ്രീയേട്ടൻ പറഞ്ഞ പോലെ നമ്മുടെ അപ്പുറവും ഇപ്പുറവും ഉണ്ട്. ഇതിൽ നിന്നും ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എത്താൻ പോകുന്നത് ആരൊക്കെയാണെന്ന് നമ്മൾ ഇതാ അറിയാൻ പോവുകയാണ്. ഓക്കെ, റെഡി സർ? എനിക്ക് നല്ല ടെൻഷനുണ്ട്. എനിക്ക് എല്ലാവർക്കും കിട്ടണമെന്നാണ് ആഗ്രഹം. പക്ഷേ നമ്മുടെ പ്രേക്ഷകർ അവരാണല്ലോ നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകണം. അവരുടെ കയ്യടിയാണ്, അല്ലെ അവരുടെ അപ്രീസിയേഷനാണ് നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവർ ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് വന്ന ഫസ്റ്റ്, അതിൻ്റെ താഴെ സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്. ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന ആ പേര് ആ ആൾക്കും ശ്രീയേട്ട കൊടുക്കാനുള്ളത് നമ്മുടെ ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഫിഫ്ത്ത് പൊസിഷനിൽ നിൽക്കുന്ന ആളെ ആയിരിക്കും ഞാൻ ഇനി അനൗൺസ് ചെയ്യാൻ പോകുന്നത്. റെഡി ആലിസ്? റെഡി? ഓക്കെ. ആൻഡ് 5ാമതായി ഈ ഒരു പാടാം നേടാമിന്റെ ഈ ഒരു ഷോയിൽ എത്തിയിരിക്കുന്നു മഹാദേവൻ. വ്യൂസ്
വ്യൂസിന്റെ ബേസിൽ പ്രേക്ഷകർ തിരഞ്ഞെടുത്ത ആ 5-ാം സ്ഥാനക്കാരനെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി 4-ാം സ്ഥാനത്ത് ആരാണ് എത്തിയതെന്ന് അറിയാനായിട്ടുള്ള സമയമായിരിക്കുകയാണ്. അദ്ദേഹത്തിനും നമ്മൾ നൽകാൻ പോകുന്നത് ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ തന്നെയായിരിക്കും ശ്രീയേട്ട. ആൻഡ് 4-ാം സ്ഥാനത്ത് വ്യൂസിന്റെ ബേസിൽ എത്തിയിരിക്കുന്നു റെജി രാധാകൃഷ്ണൻ. സോ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പൊസിഷനിൽ ഇവർ 3 പേരുമാണെന്ന് മനസ്സിലായി കഴിഞ്ഞു. പക്ഷെ ആരാണ് ഒന്നാമത്, ആര് 2, ആരാണ് 3-ാമത് എന്നുള്ളത് നമുക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ശ്രീയേട്ടാ. എൻ്റെ കണ്ണിൽ എല്ലാവരും അസല് പാട്ടുകാരാണ്. പിന്നെ പ്രേക്ഷകർ തീരുമാനിച്ചത് നമുക്ക് അംഗീകരിക്കാം. അപ്പോൾ ഞാനിപ്പോൾ വിളിക്കാൻ പോകുന്നത് ശ്രീയേട്ടാ തേർഡ് പൊസിഷനിൽ എത്തിയ ആ ആളുടെ പേരാണ്. ആൾക്ക് നൽകാൻ പോകുന്നത് ICL ഫിൻകോർപ്പ് ലിമിറ്റഡ് നൽകുന്ന 35,000 rupees ആണ് ആ ഒരു ക്യാഷ് പ്രൈസ് ആയിട്ട് ആ ഒരു തേർഡ് പൊസിഷനിലെത്തിയ വിന്നർ സ്വന്തമാക്കുക. സോ 3-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു യേശുദാസൻ കൊയിലാണ്ടി. ഡേയ്സിനുള്ളിൽ അദ്ദേഹം കരസ്ഥമാക്കിയത് ശ്രീയേട്ട 2,75,616 വ്യൂസ് ആണ്. 21 ഡേയ്സിൽ അദ്ദേഹം സ്വന്തമാക്കിയത് അത്രയും വ്യൂസ് ആയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ തേർഡ് പൊസിഷനിലേക്ക് എത്തിയിരിക്കുന്നു യേശുദാസൻ കൊയിലാണ്ടി. 35,000 rupees ക്യാഷ് പ്രൈസ് ആണ് ICL ഫിൻകോർപ്പ് ലിമിറ്റഡ് അദ്ദേഹത്തിന് ഇവിടെ ഇതാ സമ്മാനിക്കാൻ പോകുന്നത്. യെസ് പ്ലീസ്. എന്തുകൊണ്ടായിരിക്കും പ്രേക്ഷകർ ഇത്രയും ഇനി സോങ് സെലക്ഷൻ ആണോ അതോ എന്ത് തോന്നുന്നു ചേട്ടൻ ഈ ഒരു മൊമെന്റില്? ഒരു ഐഡിയ ഇല്ല, സത്യം. കാരണം സിൻസിയറായിട്ട് പറയാം. കാരണം എന്നെക്കാളും നന്നായി പാടി ഒത്ത പേര് ഈ ഗ്രൂപ്പിൽ പറയും സത്യമായിട്ടും. അതൊരു എനിക്ക് അത്ഭുതം തോന്നുകയാണ്. പിന്നെ അതിനേക്കാളൊക്കെ ഉപരി ഇത്തരത്തിലൊരു വേദിയിൽ ഇത്തരത്തിലൊരു സമ്മാനം, ഈ പാട്ടിനേക്കാൾ ഉപരി ഒരുപാട് ശക്തമായ സ്നേഹബന്ധങ്ങളുള്ള ഒരു കൂട്ടായ്മ, ഒരു ഫാമിലി എനിക്ക് കിട്ടിയെന്നുള്ളതാണ് ഇതിലേറ്റവും ഞാൻ അഭിമാനം കൊള്ളുന്നൊരു സംഗതി. അത് കൂടാതെ ലിവിങ് ലെജൻസിൻ്റെ മുമ്പിൽ നിൽക്കാനുള്ളൊരു അവസരവും അമൃത TV ഞങ്ങൾക്ക് ഒരുക്കി തന്നു. എല്ലാവർക്കും നന്ദി. പ്രത്യേകിച്ച് ഞാൻ ഇവിടെ കണ്ട ഏറ്റവും മഹനീയമായൊരു കാര്യം, പ്രൊഡ്യൂസർ അജയൻ ചേട്ടൻ, അദ്ദേഹത്തിൻ്റെ കോർഡിനേറ്റർ ശ്രീ അരുൺ, കിച്ചു, ഇവരോളം ക്ഷമയുള്ളൊരു മനുഷ്യനെ ഞാൻ സത്യം പറ കണ്ടില്ലെന്ന്. അവർക്ക് അവാർഡ് എൻ്റെ വക. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഫസ്റ്റും സെക്കൻഡും ആൾക്കാർ ദേ അപ്പുറത്തും ഇപ്പുറത്തും ആയിട്ടുണ്ട്. ശ്രീയേട്ട ഇവരെ നമുക്കൊന്ന് ഒരുമിപ്പിച്ചാലോ? ഷാജി M. ധരൻ ചേട്ടനെ, ഷാജി ചേട്ടനെ ഞാൻ ദേ ആലിസ് ചേച്ചിയുടെ അടുത്തോട്ടൊന്ന് വിളിക്കുകയാണ് പ്ലീസ്. ടെൻഷൻ ഉണ്ടോ ആലിസ് ചേച്ചി? ഇല്ലാതില്ല. ചേട്ടനോ? ടെൻഷനില്ല, എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ ഇവരോടൊന്നും തന്നെ അധികം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം പ്രൊമോട്ടൊന്നും അധികം ചെയ്യാനായിട്ടൊന്നും നമ്മൾ ഇവരോട് പറഞ്ഞില്ല കേട്ടോ. പേഴ്സണൽ പ്രൊമോഷൻ ഒന്നും നടന്നിട്ടില്ല. അപ്പം പ്യുവറായിട്ട് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കണ്ടത് എന്താണോ അവരെയാണ് നമ്മൾ ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി നമ്മൾ കൂടുതലായിട്ട് ടെൻഷനൊന്നും ബിൽഡപ്പ് ചെയ്യുന്നില്ല. പ്രേക്ഷകർ നൽകിയ ആ ഒരു വിധിയാണ് നമ്മൾ ഇനി അൺവീൽ ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഫസ്റ്റ് പ്രൈസിൽ എത്തിയ ആ ആളുടെ പേരായിരിക്കും ഞാൻ ആദ്യം റിവീൽ ചെയ്യുക. ശ്രീയേട്ടാ ഓൾ സെറ്റ്? റെഡി? ചേച്ചി ഓൾ റെഡി? ആൻഡ് പാടാം നേടാമിന്റെ ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് നേടി 1-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു ആലിസ് ഉണ്ണികൃഷ്ണൻ. ആലിസ് ഉണ്ണികൃഷ്ണന് 21 ദിവസത്തിനുള്ളിൽ നേടാൻ കഴിഞ്ഞത് 6,16,440 വ്യൂസ് ആണ്. അപ്പോ ആലിസ് ചേച്ചിയാണ് ഞങ്ങളുടെ പാടാം നേടാമിന്റെ ഈ ഒരു സീസണിന്റെ ഫസ്റ്റ് പൊസിഷനിൽ എത്തിയിരിക്കുന്നത്. നമ്മുടെ ഡിജിറ്റൽ മീഡിയ വഴി നമ്മൾ തിരഞ്ഞെടുത്ത ആ ഒരു വിന്നറാണ് ആലിസ് ഉണ്ണികൃഷ്ണൻ. ICL ഫിൻകോർപ്പ് ലിമിറ്റഡ് നൽകുന്ന പാടാം നേടാമിന്റെ ഈ ഒരു സീസണിന്റെ ദ ഫസ്റ്റ് പൊസിഷൻ ലഭിച്ച ആളിന് ലഭിക്കുന്നു 1 lakh rupees.
ഞാൻ ഈ ഷോ തന്നെ എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. എനിക്ക് പാടാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളതാണ്. അപ്പം അങ്ങനെ മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ. ഞാൻ വ്യൂവേഴ്സ് എത്ര പേരുണ്ടെന്നൊന്നും ഞാൻ ചെക്ക് ചെയ്തിട്ടേ ഇല്ല. എനിക്ക് ആദ്യം നന്ദി പറയാനുള്ളത് എൻ്റെ ഹസ്ബൻഡിനോടാണ്, എൻ്റെ മക്കളോട്. എനിക്ക് എല്ലാ സപ്പോർട്ടും ഇപ്പോഴും എനിക്ക് തരുന്ന എൻ്റെ മക്കളും മരുമക്കളും എൻ്റെ ഹസ്ബൻഡും. എനിക്ക് ഓർക്കസ്ട്ര സപ്പോർട്ട് ചെയ്ത എൻ്റെ സഹോദരന്മാരോട് ഒത്തിരി നന്ദിയുണ്ട്. പിന്നെ ഞാൻ കാണാൻ കൊതിച്ച മ്യൂസിക് ഡയറക്ടേഴ്സായിട്ടുള്ള വാസുദേവൻ സാറ്, ഞാൻ ഒത്തിരി പേരെ കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പാടണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല, കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ കൂടെ ഈ സ്റ്റേജിലൊന്ന് നിൽക്കാൻ സാധിച്ചത് ഞാൻ എൻ്റെ പൂർവ്വജന്മ പുണ്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതെൻ്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി. ഒരു ചെറിയ റിക്വസ്റ്റ്. അന്ന് എനിക്ക് പറയുന്ന സംശയം തോന്നിയപ്പം ലളിതാ സഹസ്രനാമം ഒന്ന് ആലപിക്കാമോ എന്ന് ചോദിച്ചു. അതെ, അന്ന് ആലപിച്ച അതേ സംഭവം ഇപ്പോഴും ഒരു 4 വരി. അതിൻ്റെ ധ്യാന ശ്ലോകം ചൊല്ലാം. യെസ്. സിന്ദൂരാരുണ വിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലീ സ്ഫുരത്താരാ നായക ശേഖരാ സ്മിതമുഖേ ആപീനവക്ഷോരുഹാം പാണിഭ്യാമളിപൂർണരത്നചഷകം രക്തോൽപലം ബിഭ്രതീം സൗമ്യാം രത്നഖടസ്ഥരക്തചരണാം ധ്യായേത് പരാം അംബികാം ധ്യായേത് പദ്മാസനസ്ഥാം വികസിതവദനാം പദ്മഭദ്രായ ദാക്ഷിം ഹേമാഭാം പീതവസ്ത്രാം കരകലിതലസത് ഹേമപദ്മാം വരാംഗീം സർവാലങ്കാരയുക്താം സതതമഭയദാം ഭക്തനമ്രാം ഭവാനിം ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനുദാം സർവസമ്പത്പ്രദാത്രീം സകുങ്കുമവിലേപനാമളികചുംബികസ്തൂരികാം സമൽദഹസിദേക്ഷണാം ശശരചാപവാശാങ്കുശാം അശേഷജനമോഹിനീം അരുണമാല്യഭൂഷോജ്വലാം ജപാകുസുമഭാസുരാം ജപവിദോ സ്മരേദംബികാം അരുണാം കരുണാതരംഗിതാക്ഷീം ധൃതപാശാങ്കുശപുഷ്പബാണചാപാം അണിമാദിഭിരാവൃതാം മയൂഖൈരഹം ഇത്യേവം വിഭാവയേ ഭവാനിം. അല്ല, ഇവിടെ പെട്ടെന്നൊരു ഭയങ്കര ഡിവൈൻ ആയിട്ടുള്ളൊരു പവർ വന്നതുപോലെ, അയ്യോ സീരിയസ്ലി ദേവിയൊക്കെ പ്രത്യക്ഷപ്പെട്ട് നമുക്ക് മുന്നിൽ എത്തിയതുപോലെയൊക്കെ തോന്നിപ്പോയി. ഒന്നും പറയാനില്ല. എന്തായാലും സംഗീത യാത്രയിൽ നമ്മുടെയൊക്കെ ഒരു പ്രാർത്ഥന ഉണ്ടാവും. ഇനി 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഷായ് ചേട്ടനാണ്. അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന വ്യൂസ് എന്ന് പറയുന്നത് ശ്രീയേട്ട 3,16,113 വ്യൂസ് ആണ്. അദ്ദേഹത്തിന് ലഭിക്കുന്നത് ICL Fincort ലിമിറ്റഡ് നൽകുന്ന 50,000 രൂപയാണ്. 50,000 rupees. ഞാൻ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്പത്ത് 24 ഗായകരാണ്. വളരെ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള, എനിക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത ടാലൻ്റുള്ള സിംഗേഴ്സാണ് കിട്ടിയത്. ഇവിടെ എനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞത് ഒരു കുടുംബം പോലെയായിരുന്നു നമ്മൾ. അതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ വിജയം. പിന്നെ ഇത്രയും വ്യൂവേഴ്സ് ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ദൈവത്തോട് നന്ദിയുണ്ട്, വ്യൂവേഴ്സിനോട് നന്ദിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇങ്ങനെയൊക്കെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് പാടാൻ കഴിയുമെന്ന് ഒരിക്കലും എനിക്ക് എൻ്റെ വിചാരത്തിൻ്റെ അപ്പുറമായിരുന്നു. എല്ലാവർക്കും നന്ദി. അത്രയേ ഉള്ളൂ. താങ്ക് യു. അങ്ങനെ പാടാം നേടാമിന്റെ അവസാന ഘട്ടത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ മെഗാ ഇവന്റോട് കൂടി പാടാം നേടാം എന്ന ഞങ്ങളുടെ ഈ ഒരു സീസൺ, ഈ ഒരു ഷോ ഞങ്ങൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളെ ഇരുകയും നീട്ടി സ്വീകരിച്ച് സ്നേഹിച്ച് അമൃത TV-യുടെ ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർക്ക് ഒരു വലിയ നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിക്കുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു.